KSRTCയിൽ സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച സൗജന്യയാത്ര ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രം. 100 ദിവസത്തെ ലാഭനഷ്ട കണക്കുകളുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മറ്റ് ബസ്സുകളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട ആശങ്ക KSRTCക്ക് വേണ്ടെന്നും ജൂൺ 15 തന്നെ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി CP ജോൺ അറിയിച്ചു. ജൂൺ 10 നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിലായിരിക്കും സ്ത്രീകൾക്കുള്ള സൗജന്യയാത്രയുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാവുക. ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ പദ്ധതി നടപ്പിലാക്കാനാണ് തീരുമാനം. 100 ദിവസത്തെ സൗജന്യയാത്രയുടെ ലാഭനഷ്ടക്കണക്ക് പഠിച്ച് റിപ്പോർട്ട് നൽകാനും ആവശ്യമുണ്ട്. അതിനുശേഷമായിരിക്കും രണ്ടാം ഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും മറ്റ് മാനദണ്ഡങ്ങളില്ലാതെ പദ്ധതിയുടെ ഭാഗമാകാം. വ്യക്തമായിട്ടുള്ള ചില തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം CM തന്നെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പറയും. ഏത് സെക്ടറിലാണോ കൊടുക്കുന്നത് അത് പൂർണ്ണമായും സ്ത്രീകൾക്കുള്ളതായിരിക്കും. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ പേഴ്സൺസിനുള്ള അതും ഇതിന് കൂടെ. ആശങ്ക KSRTCക്ക് വേണ്ട. അത് കൃത്യമായൊരു മോഡൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഓർഡിനറി ബസ്സിൽ മാത്രമെങ്കിലും സൗജന്യയാത്ര അനുവദിച്ചാൽ 3 മാസത്തിനുള്ളിൽ 60 കോടിയോളം രൂപ KSRTCക്ക് നഷ്ടമുണ്ടാകുമെന്നാണ് കണക്ക്. അധിക ബാധ്യത KSRTCക്ക് സർക്കാർ നൽകും. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി പണം നൽകാനാണ് ആലോചന. അതേസമയം മലബാർ മേഖലകളിൽ ഓർഡിനറി ബസ്സുകളുടെ എണ്ണത്തിലുള്ള കുറവ് പദ്ധതിയെ ബാധിക്കുമോ എന്നും ആശങ്കയുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.